കർക്കിടകവും ആയുർവേദവും. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഫാത്തിമ സുഹറ, നർച്ചർ ആയുർവേദ ക്ലിനിക്, തരുവണ. ആരോഗ്യരംഗത്ത് നമ്മൾ വളരെയധികം മുന്നോട്ട് കുതിച്ചെങ്കിലും നിത്യം മരുന്ന് കഴിക്കേണ്ടി വരുന്ന വലിയൊരു കൂട്ടം നമുക്ക് മുൻപിലുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തിരിച്ചു ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കൂടാതെ മഴക്കാലം വരുമ്പോഴേക്കും ശ്വാസ സംബന്ധമായ അസുഖങ്ങളും പകർച്ചപ്പനിയും നമ്മെ വിട്ടുമാറാതെ കൂടെ കൂടുന്നു. ഇടയ്ക്കിടെ ഇവയ്ക്ക് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ നമുക്ക് എല്ലാവരിലും കാണാൻ കഴിയുന്നു. ഇവിടെയാണ് ആയുർവേദത്തിന്റെ പ്രസക്തി. ആയുർവേദം ഒരു ചികിത്സാ രീതി മാത്രമല്ല, ജീവിതശൈലി കൂടിയാണ്. സ്വസ്ഥന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗിയുടെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആയുർവേദത്തിന്റെ രീതി. കുറച്ചുനാൾ മുമ്പ് വരെയുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി ഇന്നത്തെ യുവത്വത്തിൽ ചുരുങ്ങിയ വിഭാഗമെങ്കിലും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. രോഗം വരാതെ സൂക്ഷിക്കുക എന്നതാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദമെന്ന തിരിച്ചറിവ് പലർക്കും വന്നു തുടങ്ങിയിരിക്കുന്നു. അതാണ് നമ്മുടെ കൊച്ചു കേരളത്തിലും വർദ്ധിച്ചു വരുന്ന വെൽനസ് ക്ലിനിക്കുകൾ സൂചിപ്പിക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് മഴക്കാല രോഗങ്ങൾക്ക് ഊന്നൽ നൽകാം. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാന വഴി നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ്. വ്യാധിക്ഷമത്വം എന്നാണ് ആയുർവേദത്തിൽ ഇതിനെ സൂചിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി നമുക്ക് പ്രധാനമായും രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, നമുക്ക് സഹജമായി ലഭിക്കുന്ന പ്രതിരോധ ശേഷി. ഇത് നമുക്ക് ജനിതകമായി ലഭിക്കുന്നതായി കണക്കാക്കാം. അതായത് അച്ഛൻ്റെ, അമ്മയുടെ ആരോഗ്യം, ഗർഭാവസ്ഥ തുടങ്ങിയവ ഇതിന് സഹായിക്കുന്നു. പിന്നീട് വരുന്നത് നമുക്ക് ആർജിച്ചെടുക്കാവുന്ന പ്രതിരോധ ശേഷിയാണ്. ഇത് നമ്മുടെ ചുറ്റുപാട്, ജീവിത സാഹചര്യം, ജീവിതശൈലി, ആഹാരം, വിഹാരം തുടങ്ങിയവയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇതിൽ ആദ്യത്തെ വിഭാഗത്തിൽ പ്രതിരോധ ശേഷി ലഭിക്കാൻ നമ്മൾ ഗർഭാവസ്ഥയിൽ ശ്രദ്ധിച്ചാൽ ജനിക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. രണ്ടാമത്തെ വിഭാഗത്തിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ വിവിധ രീതികൾ പ്രതിപാദിക്കുന്നു. അതിൽ പ്രധാനമാണ് ദിനചര്യ അഥവാ ഡെയിലി റുട്ടീൻ. നമ്മുടെ ഒരു ദിവസം എങ്ങനെ ആരോഗ്യകരമായി ചിട്ടപ്പെടുത്താം എന്ന് ദിനചര്യ വിശദീകരിക്കുന്നു. ഒരു ദിവസം എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും ഉന്മേഷവും നൽകുന്ന തരത്തിൽ ആയുർവേദം അനുശാസിക്കുന്നു. കൃത്യമായ ഉറക്കം, കൃത്യമായ ഇടവേളകളിലുള്ള ആരോഗ്യകരമായ ഭക്ഷണം, ചർമ്മ സംരക്ഷണം, നിത്യമുള്ള ആരോഗ്യകരമായ കുളി, എണ്ണതേപ്പ്, മാനസികാരോഗ്യത്തിനുതകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ പ്രവൃത്തികൾ എങ്ങനെ ക്രമീകരിക്കാമെന്ന് A to Z കാര്യങ്ങൾ ആയുർവേദ സംഹിതയിൽ പ്രതിപാദിക്കുന്നു. കർക്കിടകവും ആയുർവേദവും. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.